യെസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻസ് ആണ് പഠിച്ചത് അല്ലെ. ഇന്ന് നമ്മൾ ഫങ്ഷൻസ് ആണ് പഠിക്കേണ്ടത്. ഫങ്ഷൻസ് പഠിക്കുമ്പോൾ റിലേഷൻസ് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് അറിയണം. നന്നായിട്ട് മനസ്സിലായാലേ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഫങ്ഷന്റെ തന്നെ മോഡിഫിക്കേഷൻ ആണ് റിലേഷൻസ്. ഫങ്ഷനെ ഒന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിലേഷൻസ് കിട്ടുക. യെസ്, അപ്പൊ തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് റിലേഷൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. റിലേഷൻസിന്റെ ഒരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന റിലേഷൻ അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പഠിച്ചു. ഫസ്റ്റ് എലമെന്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെന്റ് ബിയിൽ നിന്നും എടുത്ത് എഴുതുന്ന ഒരു ഓർഡേർഡ് പെയറിന്റെ കളക്ഷനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുക അല്ലെ. ആ ഓർഡേർഡ് പെയറിൽ ആർ ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി എന്ന് നമ്മൾ പറയും. ആ ഓർഡേർഡ് പെയറിൽ എ എന്ന് പറയുന്നത് എയിൽ നിന്നും ബി എന്ന് പറയുന്ന എലമെന്റ് ബിയിൽ നിന്നും ആണ് നമ്മൾ എടുക്കുക, ചൂസ് ചെയ്യുക അല്ലെ. ഇനി ആ എയും ബിയും തമ്മിലുള്ള ഒരു റിലേഷനും കൂടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയും അല്ലെ. എയും ബിയും തമ്മിലുള്ള റിലേഷനും കൂടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയും. കഴിഞ്ഞ ദിവസം ഒരാള് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ ഗ്രൂപ്പിൽ ചോദിക്കുക കേട്ടോ. ഞാൻ ചിലപ്പോൾ കണ്ടാലും റിപ്ലൈ തരാൻ ചിലപ്പോൾ സമയമെടുത്തെന്ന് വരും. ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന മെസ്സേജ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ കണ്ടു, നിങ്ങൾ മറുപടി തന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഫുൾ ടൈം ഓൺലൈൻ ഉണ്ടല്ലോ, എന്നിട്ട് എന്താണ് മറുപടി തരാത്തതെന്ന് വിചാരിക്കരുത്. ലാപ്ടോപ്പിലാണ് ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. കാണാനൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക എല്ലാ ഡൗട്ടുകളും. നമുക്ക് ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാന്നേ. ആർ ഫ്രം എൻ ടു എൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെഡ് ടു സെഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ. ആ എൻ ടു എൻ വേണ്ട, സെഡ് ടു സെഡ്, ഇന്റിജേഴ്സ് ടു ഇന്റിജേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ such that x comma y belongs to z and x minus y is an integer. ഇതാണ് ഈ സെറ്റിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് റിലേഷൻ. ഈ റിലേഷൻ എന്തൊക്കെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എന്താണ് റിലേഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾ ഇതിനകത്ത് നോക്കി മനസ്സിലാക്കണം. എക്സും വൈയും ഒരു ഇൻറ്റിജർ ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതും ഒരു ഇൻറ്റിജർ ആണ്. എങ്കിൽ ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ, ഈക്വലൻസ് റിലേഷൻ ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഓക്കെ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ കൺഫ്യൂഷൻ വരിക. ഇതെന്ത് റിലേഷൻ ആണ്? എക്സും വൈയും ഇൻറ്റിജർ ആണെങ്കിൽ എക്സ് മൈനസ് വൈ ഇൻറ്റിജർ ആയിട്ട് വരുന്ന റിലേഷൻസ് ഏതൊക്കെയാണ്? അതിലെ എലമെന്റുകൾ ആരൊക്കെയായിരിക്കും? എക്സും വൈയും ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറയുന്ന സംഖ്യകൾ ഉണ്ടാവും, പിന്നെ 0 ഉണ്ടാവും, നെഗറ്റീവ് നമ്പറുകൾ ഉണ്ടാവും അല്ലെ. അതാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. ഇൻറ്റിജേഴ്സ്. ഈ ഇൻറ്റിജറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് രണ്ട് ഇൻറ്റിജർ എടുത്ത് മൈനസ് ചെയ്താലും നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു ഇൻറ്റിജറാ കിട്ടുക. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. 1, 2, 1 മൈനസ് 2 മൈനസ് 1 ഇൻറ്റിജർ ആണ് അല്ലെ. 0, 2, 0 മൈനസ് 2 മൈനസ് 2 ഇൻറ്റിജർ ആണ് അല്ലെ. ഇനി 3 മൈനസ് 2 3 മൈനസ് 2 1 ആണ്, ഇൻറ്റിജർ ആണ്. അപ്പൊ ഏത് രണ്ട് ഇൻറ്റിജർ എടുത്ത് മൈനസ് ചെയ്താലും അതെന്താണ്? ഇൻറ്റിജർ ആണ് അല്ലെ. അപ്പോ ഈ കാണുന്ന ആർ എന്ന് പറയുന്ന റിലേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? 1 എടുത്താൽ 1 1 ഉണ്ടാവും, 1 2 ഉണ്ടാവും, 1 3 ഉണ്ടാവും, 1 4 ഉണ്ടാവും, 1 5 ഉണ്ടാവും, 1 0 ഉണ്ടാവും, 1 മൈനസ് 1 ഉണ്ടാവും, 1 മൈനസ് 2 ഉണ്ടാവും. 1 വെച്ച് വരുന്ന എല്ലാ ഇൻറ്റിജേഴ്സും ഉണ്ടാവും, ഉണ്ടാവില്ലേ? 2 കൊടുത്താലോ ഇതേപോലെ 2 വരുന്ന എല്ലാ ഇൻറ്റിജേഴ്സും ഉണ്ടാവും. 3 എടുത്താൽ 3 വരുന്ന എല്ലാ ഇൻറ്റിജേഴ്സും ഉണ്ടാവും. 4 0 മൈനസ് 1 4 ഏത് നമ്പർ എടുത്താലും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ ഉണ്ടാവും ഈ റിലേഷനിൽ. ദാറ്റ് മീൻസ് ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി സെറ്റ് ക്രോസ് സെറ്റ്. എന്താണ്? സെറ്റ് ക്രോസ് സെഡ് ആണ്. ഈ സെഡ് ക്രോസ് സെഡ് ആണെങ്കിൽ ഇതാണ് ഈ സെഡിൽ നിന്നും സെഡിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റിലേഷൻ അല്ലെ, നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്നൊക്കെ പറയുന്നത്.
ഈ സെഡ് ക്രോസ് സെഡ് എപ്പോഴും എന്തായിരിക്കും? ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. അതായത് എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ആർ എന്ന് പറഞ്ഞ റിലേഷൻ അത് എ ക്രോസ് ബി തന്നെ ആണെങ്കിൽ അത് എപ്പോഴും എന്താണ്? ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും കേട്ടോ. എ ക്രോസ് ബി എന്ന് പറയുന്ന റിലേഷൻ എപ്പോഴും എന്താണ്? ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. കാരണം അതിൽ എല്ലാ എലമെന്റ്സും ഉണ്ട്. പോസിബിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാവരും അതിനകത്തുണ്ട്. അതുകൊണ്ട് അത് റിഫ്ലെക്സീവ് ആയിരിക്കും. 1 എടുത്താൽ 1 1 ഉണ്ടാവും, 2 എടുത്താൽ 2 2 ഉണ്ടാവും. ഏത് നമ്പർ എടുത്താലും അതിന് ഐഡന്റിക്കൽ പെയർ അതിനകത്ത് ഉണ്ടാവും. കാരണം 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഒരു ഇൻഡിജർ ആണ് അല്ലെ? അപ്പോ ഈ കാണുന്ന റിലേഷൻ ഇത് മാത്രമല്ല, എല്ലാ എ ക്രോസ് ബികളും എന്താണ്? ഇക്വാലൻസ് റിലേഷൻ ആണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ എ ക്രോസ് ബികളും എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷന്റെ കേസ് പറയുമ്പോൾ എല്ലാ എ ക്രോസ് ബികളും ഇക്വാലൻസ് റിലേഷൻ ആണ്. എല്ലാ എ ക്രോസ് എകളും ഇക്വാലൻസ് റിലേഷൻ ആണ്. എല്ലാ സെഡ് ക്രോസ് സെഡുകളും ഇക്വാലൻസ് റിലേഷൻ ആണ്. എല്ലാ എൻ ക്രോസ് എന്നുകളും ഇക്വാലൻസ് റിലേഷൻ ആണ്. ഓക്കെ, യൂണിവേഴ്സൽ റിലേഷൻ ആയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇനി നോക്കുക വേണ്ട, ഇക്വാലൻസ് റിലേഷൻ ആണ്. ആകെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട എന്താ? എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആവുന്നത് എല്ലാ ഇൻഡിജറുകൾക്കും സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് മനസ്സിലാവണം. ഏത് രണ്ട് ഇൻഡിജർ എടുത്ത് മൈനസ് ചെയ്താലും ഒരു ഇൻഡിജർ തന്നെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ ദിവസം. റിലേഷൻ പറഞ്ഞു, റിഫ്ലെക്സീവ് റിലേഷൻ പറഞ്ഞു, സിമെട്രിക് റിലേഷൻ പറഞ്ഞു, ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ പറഞ്ഞു. അത് എല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ആണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞു അല്ലെ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ ഞാൻ ഇതിനകത്ത് പറയാം. സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഫംഗ്ഷനിലേക്ക് വരാനായിട്ട് നോക്കൂ. ഞാൻ എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4 എടുത്തു. ബി എന്ന് പറഞ്ഞ സെറ്റ് എ ബി സി എടുത്തു. ഇനി എ ക്രോസ് ബിയിലെ ഒരു സബ്സെറ്റ് ആയിട്ട് ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഞാൻ എഴുതുകയാണ്. 1 എ 2 ബി 3 സി 4 ബി ഇങ്ങനെ എഴുതി. ഇതൊരു റിലേഷൻ ആണ് അല്ലെ? എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഇത്. ഈ റിലേഷന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ റിലേഷന്റെ ഡൊമൈൻ എന്താ? ഈ റിലേഷന്റെ ഡൊമൈൻ 1 2 3 4 അല്ലെ? മൊത്തം ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാ. 1 2 3 4. അപ്പൊ ഈ സെറ്റിന്റെ ഈ റിലേഷന്റെ ഡൊമൈൻ ഏത് തന്നെയാണ് അല്ലെ? ഡൊമൈൻ ഏത് തന്നെയാണ്. പിന്നെ ഇതിന്റെ റേഞ്ച് എന്താ? റേഞ്ച് എ ബി സി പിന്നെ ബി ആ. അപ്പോൾ എ ബി സി എന്ന് വെച്ചാൽ ബി തന്നെ. ഓക്കെ, ഇതിന്റെ റേഞ്ച് ബി തന്നെയാണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷന്റെ ബി എന്ന് പറയുന്ന സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയുന്നത്. അത് ബി ആണ്. ഓക്കെ, റേഞ്ചും ഡൊമൈൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാ. സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാ. ഓക്കെ, റൈറ്റ്. ഇനി ഇതേ റിലേഷനിൽ തന്നെ അല്ലെങ്കിൽ ഇതേ സെറ്റിൽ തന്നെ ഞാൻ വേറെ റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. R2 റിലേഷൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇതിലും ഡൊമൈനും റേഞ്ചും ഒക്കെ നിങ്ങൾക്ക് പറയാം. ഡൊമൈൻ എ തന്നെയാണ്, റേഞ്ച് ബി തന്നെയാണ്. ഓക്കെ, ഈ രണ്ട് റിലേഷനിലും ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്? ഒന്നിൽ 4 എലമെന്റ്സ് ഉള്ളു, ഒന്നിൽ 5 എലമെന്റ്സ് ഉണ്ട്. അതൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ നോക്കാം നമുക്ക്. ഒരു റിലേഷൻ കൂടെ ഞാനിവിടെ ഡിഫൈൻ ചെയ്യാം. R3 ഇതും 4 എലമെന്റ് ഉള്ള ഒരു റിലേഷനാണ്. ഓക്കെ,
ഇനി ഒരു റിലേഷൻ എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ഫംഗ്ഷൻ ആണ് എന്ന് പറയണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് നോക്കിക്കോളൂ. ഇപ്പൊ 3 റിലേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് നോക്കിക്കോളൂ കേട്ടോ. എയിൽ നിന്നാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്കിൽ റിലേഷൻ തന്നെയാണ് ഫംഗ്ഷൻ കേട്ടോ. റിലേഷനിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാൽ അത് എന്തായി മാറും? ഫംഗ്ഷൻ ആയിട്ട് മാറും. റിലേഷൻ തന്നെയാണ്. ഭയങ്കര ചൂടാണ് നേരത്തെ. റിലേഷൻ തന്നെയാണ് ഫംഗ്ഷൻ. റിലേഷന് ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോഴാണ് ഫംഗ്ഷൻ ആവുന്നത്. ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് റിലേഷൻ ഫംഗ്ഷൻ ആവുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഏതാണ് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള 3 റിലേഷൻസ് ഇപ്പൊ നിങ്ങൾക്ക് കാണാനുണ്ട്. ഫംഗ്ഷൻ ആവണമെങ്കിൽ ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കണേ. എയിൽ നിന്നാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ഫസ്റ്റ് എലമെന്റുകളായിട്ട് വന്നിട്ടുണ്ടാവണം. ഒന്നാമത്തെ കണ്ടീഷനാണ് കേട്ടോ. എയിലുള്ള എല്ലാ എലമെന്റുകളും ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ടാവണം. R1 നോക്കൂ. ഫസ്റ്റ് എലമെന്റുകൾ ആരൊക്കെയാണ്? 1, 2, 3, 4 അല്ലെ? R1 ഫസ്റ്റ് എലമെന്റുകൾ 1, 2, 3, 4 ആണ്. എല്ലാ എലമെന്റുകളും എന്തായിട്ട് വന്നിട്ടുണ്ട്? ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ആര് സാറ്റിസ്ഫൈ ചെയ്തു? R1 സാറ്റിസ്ഫൈ ചെയ്തു. 1 ഇവിടെയും 1 വരുന്നുണ്ട്. 2, 3, 4 ഫസ്റ്റ് എലമെന്റുകൾ എല്ലാം എയിലുള്ള കംപ്ലീറ്റ് എലമെന്റുകളും ഫസ്റ്റ് എലമെന്റുകളായിട്ട് വന്നിട്ടുണ്ട്. 1, 2, 3 and 2. ഇവിടെ എന്തും ഇല്ല. 4 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ഇവിടെ ഇല്ല അല്ലെ? അതുകൊണ്ട് ആദ്യത്തെ കണ്ടീഷൻ ആര് വയലേറ്റ് ചെയ്തു? R3 വയലേറ്റ് ചെയ്തു. അപ്പൊ R3 എന്തല്ല? ഫംഗ്ഷൻ അല്ല. R3 ഒരു റിലേഷൻ മാത്രമാണ്. ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എയിലുള്ള എല്ലാ എലമെന്റുകളും ഫസ്റ്റ് എലമെന്റുകളായിട്ട് വന്നിട്ടുണ്ടാവണം. ആദ്യത്തെ കണ്ടീഷൻ ആര് വയലേറ്റ് ചെയ്തു? R3 വയലേറ്റ് ചെയ്തു. ബാക്കി R1 R2 ഓക്കെയാണ് ഇപ്പോഴും. ഓക്കെ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ. ആ ഫസ്റ്റ് എലമെന്റുകളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും വേണം. എല്ലാ ഫസ്റ്റ് എലമെന്റുകളും റിലേഷനിലുള്ള എല്ലാ ഫസ്റ്റ് എലമെന്റുകളും ഡിഫറെന്റ് ആയിരിക്കും വേണം. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഫസ്റ്റ് എലമെന്റ് വരാൻ പാടില്ല എന്നർത്ഥം. എല്ലാ എലമെന്റും വേണം, എന്നാൽ എല്ലാ എലമെന്റും ഡിഫറെന്റ് ആയിരിക്കും വേണം. അതായത് ഒരു എലമെന്റ് ഒരു പ്രാവശ്യമേ ആ ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരാനായിട്ട് പാടുള്ളൂ. സെക്കൻഡ് എലമെന്റിനെ പറ്റി പറയുന്നില്ല. സെക്കൻഡ് എലമെന്റ് എത്ര വേണമെങ്കിലും വരാം. ഫസ്റ്റ് എലമെന്റ് എയിൽ നിന്നും എടുക്കുന്ന എലമെന്റുകൾ എല്ലാ എലമെന്റും എടുക്കും വേണം. എല്ലാ എലമെന്റുകളും വരണം നിർബന്ധമായിട്ടും. പക്ഷെ ഒരു എലമെന്റ് ഒരു തവണ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. അത് R1 നോക്കൂ നിങ്ങൾ. ഒരു 1A വന്നിട്ടുള്ളൂ, ഒരു 2A വന്നിട്ടുള്ളൂ, ഒരു 3A വന്നിട്ടുള്ളൂ, ഒരു 4A വന്നിട്ടുള്ളൂ. R1 ഓക്കെ ആണ്. R2 നോക്കുമ്പോഴോ 2 പ്രാവശ്യം 1 വന്നിട്ടുണ്ട് അല്ലെ? ഇവിടെയും 1 വന്നിട്ടുണ്ട്, ഇവിടെയും 1 വന്നിട്ടുണ്ട്. ഇത് ഈ റിലേഷൻസ് ഫംഗ്ഷന്റെ കണ്ടീഷന് എതിരാണ്. അപ്പൊ ഇതും എന്തല്ല? ഫംഗ്ഷൻ അല്ല. ഓക്കെ. ഇത് രണ്ടും ഫംഗ്ഷൻ അല്ല. R1 ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ 2 കണ്ടീഷൻസ് ആണ് ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവാൻ വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? എവിടെ നിന്നാണോ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിലെ എല്ലാ എലമെന്റുകളും ഫസ്റ്റ് എലമെന്റുകളായിട്ട് ആ റിലേഷനിൽ വരണം എന്ന് മാത്രമല്ല ഒരു എലമെന്റ് ഒരു തവണ മാത്രമേ വരാനും പാടുള്ളൂ. ഓക്കെ. അങ്ങനെ വരുന്ന റിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന റിലേഷൻസിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ R1 മാത്രമാണ് ഫങ്ഷൻ. R2ഉം R3യും ഫങ്ഷൻ അല്ല. കാരണം 2 കണ്ടീഷൻസ് പറഞ്ഞതിൽ രണ്ടും ഓരോന്നോരോന്നായിട്ട് വയലേറ്റ് ചെയ്തു. ആദ്യത്തേല് എല്ലാ എലമെന്റുകളും ഫസ്റ്റ് എലമെന്റുകളായിട്ട് വരണം എന്ന് പറഞ്ഞതിൽ ആർക്കുണ്ടായിരുന്നില്ല? R3 4 എന്ന് പറഞ്ഞ എലമെന്റ് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിട്ടില്ല അല്ലെ? അതുകൊണ്ട് R3 ഫങ്ഷൻ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ R2 എല്ലാ എലമെന്റ്സും വന്നിട്ടുണ്ട്. 1, 2, 3, 4 വന്നിട്ടുണ്ട്. പക്ഷെ 1 എന്ന് പറയുന്ന സാധനം 2 പ്രാവശ്യം വന്നു. അങ്ങനെയും വരാൻ പാടില്ല. ഒരെണ്ണം ഒരു തവണ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, പിടികിട്ടിയോ? ഇതാണ് നിങ്ങൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കുന്നത്. ഈ ഫംഗ്ഷൻ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്.
ഏത് സെറ്റിൽ നിന്നാണോ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, എയിൽ നിന്നാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സുകൾക്കും എന്തുണ്ടാവണം? ഇമേജ് ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുക. എന്താണ്ടാവുക? ഇമേജ്. അതായത് ഇപ്പോ 1A ബിലോങ്സ് ടു ദ റിലേഷൻ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്? A is the image of 1. 1ന്റെ ഇമേജ് ആണ് എ എന്നാണ് പറയുക. 1ന്റെ ഇമേജ് 1A എന്ന് പറഞ്ഞ ഒരു എലമെന്റ്, ഒരു ഓർഡേർഡ് പെയർ R1ൽ ഉണ്ടെങ്കിൽ അത് റിലേഷൻ ആണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും 1ന്റെ ഇമേജ് ആണ് എ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോ എലമെന്റ് എപ്പോഴും ഡൊമൈനിലും അതിന്റെ ഇമേജ് എപ്പോഴും കോഡൊമൈനിലും ആയിരിക്കും ഉണ്ടാവുക. എലമെന്റ് എപ്പോഴും എയിലും ഇമേജ് ബിയിലും ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. A to A ആണെങ്കിൽ രണ്ടും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഇപ്പൊ A to B ആയതുകൊണ്ട് എലമെന്റ് എയിലും ഇമേജ് ബിയിലും ഉണ്ടാവും. അപ്പൊ A is the image of 1 എന്നാണ് നമ്മൾ പറയുക ഈ റിലേഷനിലാണെങ്കിലും ഫംഗ്ഷനിലാണെങ്കിലും. ഓക്കെ, അപ്പോ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? എവറി എലമെന്റ് in A have an image spelling ഒക്കെ തെറ്റിയല്ലോ. Image in B. Every element in A has an image in B. എല്ലാ എയിലുള്ള എല്ലാ എലമെന്റുകൾക്കും ബിയിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റണം. രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്, ആ ഒരു ഇമേജ് ഒരേ ഒരു ഇമേജ് ആയിരിക്കണം. ഇപ്പോൾ 1 എന്ന് പറഞ്ഞ എലമെന്റ് എടുത്താൽ അതിന് ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. 1ൽ നിന്നും വേറെ ഇമേജ്, 1ന്റെ വേറെ ഇമേജ് നമുക്ക് പറയാൻ പറ്റരുത്. ഇപ്പോൾ R2ൽ പറഞ്ഞ കണ്ടീഷനാണ്. 1A എന്ന് പറഞ്ഞു, ഇപ്പൊ A എന്ന് പറഞ്ഞാൽ 1ന്റെ ഇമേജാണ്, ബി എന്ന് പറയുന്നതും 1ന്റെ ഇമേജാണ്. ഒരേ എലമെന്റിന് രണ്ട് ഇമേജ് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടീഷൻ മോഡിഫൈ ചെയ്യും? എവറി എലമെന്റ് ഇൻ എ ഹാവ് 1 ആൻഡ് ഓൺലി 1 ഇമേജ്. എങ്ങനെ മോഡിഫൈ ചെയ്യാം? ആൻ ഇമേജ് എന്നുള്ളത് മാറ്റിയിട്ട് 1 ആൻഡ് ഓൺലി 1 ഇമേജ്, 1 ആൻഡ് ഓൺലി 1 ഇമേജ് ഇൻ ബി എന്ന് പറയും. അപ്പൊ ഈ ഒരൊറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ റിലേഷൻ എന്തായി മാറി? ഫംഗ്ഷനായി. രണ്ട് കണ്ടീഷൻ കൂടെ നമ്മൾ ഒന്നിച്ചാക്കിയതാണ് കേട്ടോ. എന്താണ് കണ്ടീഷൻ? എന്താണ് ഡെഫിനിഷൻ ഫംഗ്ഷന്റെ? എവറി എലമെന്റ് ഇൻ എ ഹാവ് 1 ആൻഡ് ഓൺലി 1 ഇമേജ് ഇൻ ബി. ഒരേ ഒരു ഇമേജ് മാത്രമേ ബിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻസ് ഒക്കെ നമുക്ക് എന്തായിട്ട് പറയാം? ഫംഗ്ഷൻ ആയിട്ട് പറയാം. ഇങ്ങനെയുള്ള ഡിഫൈൻ ചെയ്തുള്ള റിലേഷൻസ് ഒക്കെ നമ്മൾ എന്തായിട്ട് പറയും? ഫംഗ്ഷൻ ആയിട്ട് പറയും. ഈ സെറ്റിൽ തന്നെ ഞാൻ എഴുതാൻ പോകുന്ന 1-2 റിലേഷൻസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണേ. ഏതാണ് ഫംഗ്ഷൻ? ഡെഫിനിഷൻ ഒക്കെ വേറെ നമുക്ക് എഴുതാട്ടോ, നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. എ എന്ന് പറയുന്ന സെറ്റിൽ 1, 2, 3, 4 എലമെന്റ്സ് ആണുള്ളത്. 1, 2, 3, 4. പിന്നെ ബി എന്ന് പറഞ്ഞ സെറ്റിൽ ABC ആണുള്ളത്. ഞാനിവിടെ കുറച്ച് റിലേഷൻസ് എഴുതാം. R1, 1C, 2C, 4C, 3C. R2, 2A, 1A, 3B, 4B. അടുത്തത് R3, 2A and 4A. R4, 1B, 2B, 3C, 4B. ഓക്കെ, ഒരെലമെന്റ് എഴുതാം. 1A. അങ്ങനെ കുറച്ച് റിലേഷൻസ് ഞാൻ എഴുതി. ഓക്കെ, നിങ്ങൾ പറയണം ഇതിൽ ഏതൊക്കെ റിലേഷൻസ് ആണ് ഫംഗ്ഷൻ ആയിട്ട് മാറുക, ഏതൊക്കെയാണ് ഫംഗ്ഷൻ അല്ലാത്തത്, എന്തുകൊണ്ട് എന്നൂടെ പറയണം. R1 റിലേഷൻ ഫംഗ്ഷൻ ആണോ? R1 എന്ന് പറഞ്ഞ റിലേഷൻ ഫംഗ്ഷൻ ആണോ? പതുക്കെ പഠിച്ചാൽ മതി കേട്ടോ, അത് സമയമെടുത്ത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. R1 ഞാൻ കൂടുതലും ആൻസർ പ്രതീക്ഷിക്കുന്നത് മാത്സുകാരല്ലാത്ത ആളുകൾ എന്നാട്ടോ. മാത്സ് അല്ലാത്ത ആൾക്കാർക്ക് ആയിരിക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാവുക, മറ്റുള്ള ആളുകൾക്ക് അറിയുണ്ടാവും. R1 മാത്സുകാർക്ക് അറിയുണ്ടാവും. R1 ഫംഗ്ഷൻ ആണോ? യെസ്.
എന്തുകൊണ്ടാണ് R1 ഫംഗ്ഷൻ ആവുന്നത്? ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനും R1 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. 1-ന് ഇമേജ് ഉണ്ട്, 2-ന് ഇമേജ് ഉണ്ട്, 4-ന് ഇമേജ് ഉണ്ട്, 3-ക്ക് ഇമേജ് ഉണ്ട്. ഫസ്റ്റ് എലമെന്റിലെ എല്ലാ എലമെന്റുകൾക്കും, ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റുകൾക്കും ഇമേജ് ഉണ്ട്. ഇനി ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ അല്ലെ? 1-ന് ഒന്നേ ഉള്ളൂ, 2-ന് ഒന്നേ ഉള്ളൂ, 4-ന് ഒന്നേ ഉള്ളൂ, 3-ക്കും ഒന്നേ ഉള്ളൂ. ഇമേജ് എല്ലാം ഒന്നാണ്. അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. ഇമേജ് എന്തോ ആയിക്കോട്ടെ, ഇമേജ് ബിയിലുള്ള എലമെന്റ് ആയാൽ മതി. അത് 1, 2, 3 ആയിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ എലമെന്റുകൾക്കൊക്കെ ഇമേജ് ഉണ്ടോ? ഉണ്ട്. എല്ലാ എലമെന്റുകൾക്കും ഇമേജ് ഇല്ലേ? ഉണ്ട്. ഒരു ഇമേജ് അല്ലേ ഉള്ളൂ? അതെ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ ആണ്. അടുത്തത് R2ന്റെ കേസ് നോക്കൂ. 1-ന് ഇമേജ് ഉണ്ട്, 2-ന് ഇമേജ് ഉണ്ട്, 1-ന് ഇമേജ് ഉണ്ട്, 3-ക്ക് ഇമേജ് ഉണ്ട്, 4-ന് ഇമേജ് ഉണ്ട്. എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഫസ്റ്റ് എലമെന്റുകളൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെ? എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഫസ്റ്റ് എലമെന്റുകളാണ്. എല്ലാ എലമെന്റുകളും എയിലുള്ള എല്ലാ എലമെന്റുകളും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെന്താണ്? ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതും ഫംഗ്ഷൻ ആണ്. R3 ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? R3 ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ട്? R3 ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലെ? അതായത് R3-ല് 2-നും 4-നും മാത്രമേ ഇമേജ് ഉള്ളൂ അല്ലെ? എയിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഇമേജ് വേണം എന്ന് പറഞ്ഞ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് R3 ഫംഗ്ഷൻ അല്ലാതിരുന്നത് അല്ലെ? ഏതിനൊക്കെ ഇമേജ് ഇല്ല? 1-നും 3-നും ഇമേജ് ഇല്ല. നോ ഇമേജ് ഫോർ 1 and 3 in A അല്ലെ? അതുകൊണ്ട് നോട്ട് എ ഫംഗ്ഷൻ. സോറി, ഈ റിലേഷൻ ആണ് പക്ഷെ നോട്ട് എ ഫംഗ്ഷൻ. റിലേഷൻ ആണ് ബട്ട് നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. പിന്നെ R4 എന്തുകൊണ്ട് ഫംഗ്ഷൻ അല്ല? R4 എന്തുകൊണ്ട് ഫംഗ്ഷൻ അല്ല? R4 എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ അല്ലാത്തത്? എല്ലാ എലമെന്റ്സിനും ഇമേജ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. എല്ലാ എലമെന്റ്സിനും ഇമേജ് ഇല്ലാത്തത് കൊണ്ടല്ല R4 ഫംഗ്ഷൻ ആവാതിരിക്കുന്നത്. എന്തുകൊണ്ടാ? അത് തന്നെ. 1 എന്ന് പറയുന്ന എലമെന്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. 1-ന് 2 ഇമേജ് ഉണ്ട് അല്ലെ? 1-ന് 2, 1-ന് A എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ട്, B എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ട്. 1 ഹാസ് 2 ഇമേജസ്. അതുകൊണ്ട് R4 ഫംഗ്ഷൻ അല്ല. R4 ഫംഗ്ഷൻ അല്ല. ഓക്കെ, R1-ഉം R2-ഉം എന്താണ്? ഫംഗ്ഷൻ ആണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ ആ റിലേഷനിൽ മിനിമം ആൻഡ് മാക്സിമം എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും തന്നെ എലമെന്റ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണത്തിൽ കൂടുതലുള്ള റിലേഷൻസും കുറവുള്ള റിലേഷൻസും ഒരു കാരണവശാലും എന്താവില്ല? ഫംഗ്ഷൻ ആവില്ല. ഒന്നുകൂടെ പറയാം. എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷനിൽ ആ റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ ആ റിലേഷനിൽ മിനിമം ആൻഡ് മാക്സിമം എക്സാക്ട്ലി എന്ന് വേണേ പറയാം. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും തന്നെ എലമെന്റ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. എയിൽ 4 എലമെന്റ് ഉള്ള ഒരു എ എന്ന് പറഞ്ഞാൽ 4 എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ എയിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസിലും എത്ര എലമെന്റ്സേ ഉണ്ടാവുള്ളൂ? 4 എലമെന്റ്സേ ഉണ്ടാവുള്ളൂ. 4-ൽ കൂടുതൽ വരുന്ന എലമെന്റ്സ് ഉള്ള റിലേഷനും 4-ൽ കുറവ് വരുന്ന എലമെന്റ്സ് ഉള്ള റിലേഷനും നിങ്ങൾ ചെക്ക് ചെയ്യാനേ പോണ്ട. അത് ഒരു കാരണവശാലും എന്താവില്ല? ഫംഗ്ഷൻ ആവില്ല. ഇപ്പൊ ഇവിടെ R3-യും R4-ഉം നമ്മൾ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നേരിട്ട് നമുക്ക് പറയായിരുന്നു അത് റിലേഷൻ അല്ല, സോറി റിലേഷൻ ആണ്, ഫംഗ്ഷൻ അല്ല. കാരണം R3-ൽ 2 എലമെന്റ്സേ ഉള്ളൂ, R4-ൽ 5 എലമെന്റ്സ് ഉണ്ട്. ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ 4 എലമെന്റ്സ് ഉണ്ടാവും. ഈ പെർട്ടിക്കുലർ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. എ എന്ന് പറഞ്ഞ സെറ്റിൽ 4 എലമെന്റ്സേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഫംഗ്ഷനിൽ 4 എലമെന്റ്സേ ഉണ്ടാവുള്ളൂ. അതിലും കൂടുതൽ എലമെന്റ്സ് ഉണ്ടാവില്ല. ഇനി 4 എലമെന്റ്സ് ഉള്ള എല്ലാ ആൾക്കാരും ഫംഗ്ഷൻ ആണോ? അതുമല്ല. 4 എലമെന്റ്സ് ഉള്ള എല്ലാ ആൾക്കാരും നിങ്ങൾ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യരുത്. 4 എലമെന്റ്സ് ഉള്ള ആൾക്കാരെ നിങ്ങൾ ചെക്ക് ചെയ്യും വേണം കേട്ടോ. ഇവിടെ നോക്കിയേ R3, ഇതിൽ എഴുതിയ R3 നോക്കിയേ 1, 2, 3, 4 4 എലമെന്റ്സ് ഉള്ളത്. പക്ഷെ അത് ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? അതിന്റെ ഫസ്റ്റ് എലമെന്റുകൾ സെയിം ആയിരുന്നില്ല, സോറി ഡിഫറെന്റ് ആയിരുന്നില്ല, സെയിം ആയിരുന്നു. 2-ന് 2 ഇമേജ് ഉണ്ടായിരുന്നു അല്ലെ? അതുകൊണ്ട് ഇത് എന്താവില്ല? ഫംഗ്ഷൻ ആവില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണേ.
അപ്പോ എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷനില് 4 എലമെന്റ്സേ ഉള്ളൂ എങ്കിൽ അത് ഫംഗ്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. 4 കൂടുതൽ എലമെന്റ്സ് വന്നാലും 4 കുറവ് എലമെന്റ്സ് വന്നാലും, അത് എയിലെ എലമെന്റുകളുടെ എണ്ണത്തിൽ കൂടുതൽ വന്നാലും കുറവ് വന്നാലും ആ റിലേഷൻ ഒരു കാരണവശാലും എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആവില്ല. ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്, എയിലുള്ള എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സ് ആണ് ആ റിലേഷനിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. അതിൽ എല്ലാ ഫസ്റ്റ് എലമെന്റുകളും ഡിഫറെന്റ് ആണോ എന്ന്, എല്ലാ ഫസ്റ്റ് എലമെന്റുകളും ഡിഫറെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ഫസ്റ്റ് എലമെന്റുകളും ഡിഫറെന്റ് ആണെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ, ഒരു റിലേഷൻ ആയിട്ട് ഫംഗ്ഷൻ ആയിട്ട് മാറുള്ളൂ. കിട്ടിയോ? ഓക്കെ, ക്ലിയർ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? അപ്പൊ ഫംഗ്ഷൻ എന്താന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ ചെറുതായിട്ടെങ്കിലും? ഇനി ഈ റിലേഷനെയും ഫംഗ്ഷനെയും ഒക്കെ നമുക്ക് പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രം ഉണ്ട്, ആരോ ഡയഗ്രം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫംഗ്ഷൻ റിലേഷനോടെ പറയേണ്ടതായിരുന്നു, പറയാൻ വിട്ടുപോയി. ആരോ ഡയഗ്രം. ആരോ ഡയഗ്രം എന്ന് പറഞ്ഞാൽ 2 ഓവൽ ഷേപ്പിൽ സെറ്റുകൾ നമ്മൾ വരയ്ക്കും. ഇത് എ, ഇത് ബി. ഓക്കെ, ഇനി ഇവിടെ 1 2 3 4 മാർക്ക് ചെയ്യും എയിലെ എലമെന്റ്സ്. ഇവിടെ എ ബി സി മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ ഓരോ ഫംഗ്ഷൻ റിലേഷൻ, ഇപ്പോൾ R1 എന്ന് പറഞ്ഞ റിലേഷൻ, R1 നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ R1, ഇതേ കിടക്കുന്ന ഈ R1 ഇവിടെ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? R1നെ മാർക്ക് ചെയ്യാം. 1ന്റെ ഇമേജ് ഏതാണെന്ന് നോക്കുക. 1ന്റെ ഇമേജ് സി ആണ് അല്ലെ? അപ്പൊ 1ൽ നിന്നും നമ്മളൊരു ആരോ സിയിലേക്ക് മാർക്ക് ചെയ്യുക. 1ന്റെ ഇമേജ് സി ആയതുകൊണ്ട് 1ൽ നിന്നും സിയിലേക്ക് ഒരു ആരോ. ഓക്കെ, അടുത്തത് R1ല് 2ന്റെ ഇമേജും എന്താണ്, സി ആണ്. അപ്പൊ 2ൽ നിന്നും സിയിലേക്ക് ഒരു ആരോ മാർക്ക് ചെയ്യുക. 3ന്റെ ഇമേജും സി ആണ് അല്ലെ? 3ൽ നിന്നും ഒരു ആരോ സിയിലേക്ക് മാർക്ക് ചെയ്യുക. 4ന്റെ ഇമേജും സി ആണ്. അപ്പൊ 4ൽ നിന്നും ഒരു ആരോ സിയിലേക്ക് മാർക്ക് ചെയ്യുക. ഇങ്ങനെ എലമെന്റുകളും അതിന്റെ ഇമേജുകളും ആരോ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുന്ന ഈ ഒരു പിക്ചർ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആരോ ഡയഗ്രാം എന്ന് പറയുന്നത്. ആരോ ഡയഗ്രാം റിലേഷൻസിലും വരയ്ക്കാം, ഫംഗ്ഷൻസിലും വരയ്ക്കാം കേട്ടോ. റിലേഷൻസിലും വരയ്ക്കാം, ഫംഗ്ഷൻസിലും ആരോ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത് ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. R2 അതേപോലെ R2 ഫംഗ്ഷൻ ആണ്. R2 നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു വെക്കാം. R2 എ, ഇത് ബി. 1 2 3 4 എ ബി സി. ഇവിടെ നിങ്ങോട്ട് വരയ്ക്കുന്നതാണ് R2. R2ല് 1ന്റെ ഇമേജ് എന്തായിരുന്നു? 1ന്റെ ഇമേജ് എ ആണ് അല്ലെ? അപ്പൊ 1ൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുക എയിലേക്ക്, ആരോ. പിന്നെ 2ന്റെ ഇമേജും എ ആണ്. 2ൽ നിന്നും എയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ 3ന്റെ ഇമേജും 4ന്റെ ഇമേജും ബി ആണ്. 3ൽ നിന്നും ബിയിലേക്ക് വരയ്ക്കുക, 4ൽ നിന്നും ബിയിലേക്ക് വരയ്ക്കുക, ആരോ വരണം. ഇതാണ് R2. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് R3യും R4ഉം കൂടെ വരച്ചേക്കാം. One, 2, 3, 4 A B C. ഇത് R3. R3യുടെ ഇമേജസ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? 2ന്റെ ഇമേജ് എ, 4ന്റെ ഇമേജ് എ. 2ൽ നിന്നും 4ൽ നിന്നും ഇമേജ് എയിലേക്ക് വരയ്ക്കുക. 2ൽ നിന്നും എയിലേക്ക് വരയ്ക്കുക, 4ൽ നിന്നും എയിലേക്ക് വരയ്ക്കുക. ഇതാണ് R3. ഓക്കെ, ഇനി R4ഉം കൂടെ വരച്ചേക്കാം. 1 2 3 4 എ ബി സി. ഇത് എ, ഇത് ബി. R4 ആണേ. R4 ഇങ്ങനെയാണ്. R4 1ന്റെ ഇമേജ് ബി, 1ന്റെ ഇമേജ് ബി. പിന്നെ 2ന്റെ ഇമേജും ബി, 2ന്റെ ഇമേജും ബി. 3ന്റെ ഇമേജ് സി, 3ന്റെ ഇമേജ് സി. 4ന്റെ ഇമേജ് ബി, 4ന്റെ ഇമേജ് ബി. 1ന്റെ ഇമേജ് അഗെയിൻ എ, 1ൽ നിന്നും എയിലേക്ക് വീണ്ടും ഇത് വരാം. ഓക്കെ, ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇങ്ങനെ പിക്ചർ കണ്ടിട്ടും നിങ്ങൾക്ക് പറയാം ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത്. പിക്ചർ കണ്ടാലും നമുക്ക് പറയാൻ പറ്റും ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത്. എങ്ങനെയാണ് പിക്ചർ കണ്ടിട്ട് തിരിച്ചറിയാം ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത്? ഫംഗ്ഷന്റെ പ്രത്യേകത എന്തായിരിക്കും?
എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും ആരോസ് എയിൽ നിന്ന് വന്നിട്ടുണ്ടാവുള്ളൂ. അത്ര ആരോസ് നിർബന്ധമായിട്ടും വന്നിട്ടുണ്ടാവും. ഓക്കെ, ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എയിൽ നിന്നും ആരോസ് വരുന്നത് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും തന്നെ ആരോസ് ബിയിലേക്ക് വന്നിട്ടുണ്ടാവും. അത്ര തന്നെ ആരോസേ വന്നിട്ടുള്ളൂ. എക്സാക്ട്ലി സെയിം നമ്പർ ഓഫ് ആരോസ് ആണ് ഉണ്ടാവുക. ഇപ്പോ R1ലും R2 നോക്കൂ, നിങ്ങൾക്ക് 4 ആരോ ആണ് കാണാൻ പറ്റുക അല്ലെ. R3ലും R4ലും R3ലാണെങ്കിൽ കുറഞ്ഞു പോയി 2 ആരോ ഉള്ളൂ, R4ലാണെങ്കിൽ കൂടിപ്പോയി 5 ആരോ ഉണ്ട്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾ അതിനകത്ത് നോക്കി വെച്ചോളൂ. 4 എണ്ണം എന്നുള്ള എണ്ണം മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഒരു എലമെന്റിൽ നിന്നും ഒരു ആരോ മാത്രമേ ഫംഗ്ഷനിൽ വരുള്ളൂ. ഒരു എലമെന്റിൽ നിന്നും ഒരു ആരോ മാത്രമേ ഒരു ഫംഗ്ഷനിൽ വരുള്ളൂ. ഇപ്പൊ 1ൽ നിന്നും ഒരു ആരോ വന്നിട്ടുള്ളൂ, 2ൽ നിന്നും 3ൽ നിന്നും 4ൽ നിന്നും ഒരു ആരോ വന്നിട്ടുള്ളൂ. എവിടേക്ക്? R1ൽ. R2ലും അങ്ങനെ തന്നെ. R3ൽ 1ൽ നിന്നും വന്നിട്ടില്ല, 3ൽ നിന്നും വന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അത് ഫംഗ്ഷൻ അല്ല. ഇനി R4ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1ൽ നിന്നും 2 ആരോ വന്നിട്ടുണ്ട് അല്ലെ, 1ലേക്ക് എയിലേക്കും ബിയിലേക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതെന്തല്ല, ഫംഗ്ഷൻ അല്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തിൽ പഠിച്ചിരിക്കേണ്ടത്? ഫംഗ്ഷനിൽ പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ എപ്പോഴും എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞു തന്നെ എനിക്ക്. എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തായിരിക്കും ഒന്ന് പറഞ്ഞുതരാമോ? എ ആയിരിക്കും അല്ലെ. എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എല്ലാ സമയത്തും എന്തായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, എ ആയിരിക്കും. കാരണം എയിലുള്ള എല്ലാ എലമെന്റ്സിനും എന്ത് വേണം? ഇമേജ് വേണം. ഒരു എലമെന്റിന് ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അത് വേറെ കാര്യം. എയിൽ നിന്നുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജ് വേണം. അതുകൊണ്ട് എ ആണ് എപ്പോഴും ഒരു റിലേഷൻ, ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ. എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ എ ആണ് ഡൊമൈൻ. ഫംഗ്ഷൻ ആണെങ്കിൽ സാധാരണ ഫംഗ്ഷന്റെ ഡൊമൈൻ റിലേഷന്റെ ഡൊമൈൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കാറില്ല അല്ലെ. റിലേഷന്റെ ഡൊമൈൻ പറയുമ്പോൾ ആ റിലേഷന്റെ അകത്തുള്ള ഫസ്റ്റ് എലമെന്റുകൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. റിലേഷന്റെ അകത്തുള്ള ഫസ്റ്റ് എലമെന്റുകൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. കാരണം അതിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് 100% ഉറപ്പ് പറയാം. കാരണം എന്താ? ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ എലമെന്റ്സിനും, എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് എ ആയിരിക്കും അതിലെ ഡൊമൈൻ ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, റിലേഷന്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആവാം, അല്ലാതിരിക്കാം. അല്ലാത്ത കേസിലും റിലേഷൻ, ഇപ്പൊ R3 റിലേഷൻ ആണ് അല്ലെ. R3ല് എ മൊത്തം വരുന്നില്ലല്ലോ. R4ലും ഇപ്പൊ മൊത്തം എ വരുന്നുണ്ട്. എ ആണ് R4ന്റെ ഡൊമൈൻ എ ആണ്, പക്ഷെ R3യുടെ ഡൊമൈൻ എ അല്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേഷൻ. പക്ഷെ ഫംഗ്ഷന്റെ കേസിൽ നിങ്ങൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. എയിൽ നിന്നും ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ എ തന്നെ ഡൊമൈൻ. എയിൽ നിന്നും ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ എ തന്നെ ഡൊമൈൻ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വേർഡ്സിലാക്കാം. ഇതൊക്കെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. A relation f from ഫംഗ്ഷൻ ആകുമ്പോൾ നൊട്ടേഷൻ മാറും. ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആറിന് പകരം ഉപയോഗിക്കുന്നത് എഫ് ആണ് കേട്ടോ. എഫ് ആണ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ. ആർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആറ് നമ്മൾ റിലേഷനിലാണ് ഉപയോഗിക്കാറ്. എഫ് ആണ് ഫംഗ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി is said to be a function if every element of set A has one and only one image in set B. Every element of the set A have one and only one image in set B. എയിലുള്ള എല്ലാ എലമെന്റുകൾക്കും ബിയിൽ ഒരേ ഒരു ഇമേജ് നിർബന്ധമായിട്ടും വേണം. എയിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഇമേജ് വേണം, ഒരു എലമെന്റിന് ഒരു ഇമേജേ പാടുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ തെറ്റിപ്പോരുതേ, ഞാൻ പറഞ്ഞ പോലെ. എവറി എലമെന്റ് ഹാസ് ഇമേജ് ആൻഡ് ഇറ്റ് ഈസ് യുണീക്ക്. ആൻഡ് ഇറ്റ് ഈസ് യുണീക്ക്. ഇൻ അതർ വേർഡ്സ്, എ ഫംഗ്ഷൻ എഫ് is a relation from a non-empty set A to a non-empty set B such that the domain of F is A and no two distinct ordered pairs in F have the same first element. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഡൊമൈൻ എപ്പോഴും A ആയിരിക്കും. മാത്രമല്ല, no two distinct ordered pairs in F have the same first element. ഒരേ ഫസ്റ്റ് എലമെന്റ് വരുന്ന
ഒന്നിൽ കൂടുതൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഡേർഡ് പെയറുകൾ എവിടെ ഉണ്ടാവില്ല? ആ റിലേഷനിൽ ഉണ്ടാവില്ല. അങ്ങനെ ആണെങ്കിലേ അത് എന്താവുള്ളൂ? ഫംഗ്ഷൻ ആവുള്ളൂ. എല്ലാ ഫസ്റ്റ് എലമെന്റുകളും ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ ഫസ്റ്റ് എലമെന്റുകളും ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. നോ ടു ഡിസ്റ്റിങ്ക്റ്റ് ഓർഡേർഡ് പെയർസ് ഹാവ് ദ സെയിം ഫസ്റ്റ് എലമെന്റ്. ഒരേ ഫസ്റ്റ് എലമെന്റ് വരുന്ന ഓർഡേർഡ് പെയറുകൾ ഉണ്ടാവില്ല. ഓക്കെ, അടുത്തൊരു പോയിന്റ് കൂടെ നോക്കൂ. ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി. ഇഫ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആൻഡ് എ ബി ബിലോങ്സ് ടു എഫ്, ആ എഫിലെ ഒരു ഓർഡേർഡ് പെയർ ആണ് എ ബി എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: എഫ് ഓഫ് എ ഈക്വൽ ടു ബി. ഇങ്ങനെ എഴുതും: എഫ് ഓഫ് എ ഈക്വൽ ടു ബി. എഫ് ഓഫ് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എയുടെ ഇമേജ് ആണ് ബി എന്നാണ്. ബി ഈസ് കോൾഡ് ദ ഇമേജ് ഓഫ് എ അണ്ടർ എഫ്. ബി ഈസ് കോൾഡ് ദ ഇമേജ് ഓഫ് എ അണ്ടർ എഫ്. ആൻഡ് തിരിച്ചും പറയും എ ഈസ് കോൾഡ് ദ പ്രീ ഇമേജ് ഓഫ് ബി. എനെ നമ്മൾ പറയാ പ്രീ ഇമേജ് എന്നാണ്. ബി ഇമേജ് ആണെങ്കിൽ എ പ്രീ ഇമേജ് ആണ് കേട്ടോ. എവിടെ നിന്നാണോ ആരോ വരുന്നത് അതാണ് പ്രീ ഇമേജ്. എവിടേക്കാണോ ആരോ പോകുന്നത് അതാണ് ഇമേജ്. ഓക്കെ, എനെ പറയാ ഇമേജ് ഓഫ് ബി എന്നാണ്. അതുപോലെ തന്നെ ബീനെ പറയാ ഇമേജ് ഓഫ് എ എന്നാണ്. എനെ പറയുന്നത് എന്താ? പ്രീ ഇമേജ് ഓഫ് ബി. എന്താ പറയുന്നത്? പ്രീ ഇമേജ് ഓഫ് ബി എന്ന് പറയും. പ്രീ ഇമേജ് ഓഫ് ബി. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഓക്കെ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിഷ്യനാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മിഷ്യനാണ്. ആ മിഷ്യനിൽ ഇൻപുട്ട് ആയിട്ട് നമ്മൾ എക്സ് കൊടുക്കും അല്ലെങ്കിൽ എ കൊടുക്കും. അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സിനെ കിട്ടും. അതിനെ നമ്മൾ വൈ എന്നാ വിളിക്കുക. സാധാരണ എ ബി ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എക്സും വൈ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മിഷ്യനാണ്. ആ മിഷ്യനിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് എക്സ് കൊടുക്കും. ആ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന വാല്യൂസ് ആണ് ഏത് സെറ്റിൽ ഉണ്ടാവുക? ഡൊമൈൻ എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടാവുക. ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് എവിടെ ഉണ്ടാവുക? റേഞ്ച് എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടാവുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോ അരിയൊക്കെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മില്ലിൽ പോയി വിചാരിക്കും. അപ്പോൾ ആരും മില്ലിലൊന്നും പോകുന്നുണ്ടാവില്ല, എല്ലാവരും അരിപ്പൊടിയൊക്കെ വാങ്ങിക്കായിരിക്കും അല്ലെ. നമ്മൾ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ടാവും ഫ്ലോർ മിൽ എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ അരിയൊക്കെ ഉണക്കി കൊണ്ടുപോയിട്ട് നമ്മൾ പൊടിച്ചാൽ അരിയുടെ പൊടി കിട്ടും. ശരിയല്ലേ? നമ്മൾ മുളകൊക്കെയാണ് ഉണക്കി കൊണ്ടുപോകുന്നെങ്കിൽ അവിടുന്ന് പൊടിച്ചാൽ മുളകിന്റെ പൊടി കിട്ടും. മഞ്ഞളൊക്കെ കൊണ്ടുപോയാൽ മഞ്ഞളുടെ പൊടി കിട്ടും. എന്താണോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അതിന്റെ പൊടിയാണ്. അതിനെ മോഡിഫൈ ചെയ്തിട്ട് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ള സാധനമാണ് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക അല്ലെ. അങ്ങനെ നിങ്ങൾ എന്തിനു വിചാരിച്ചാൽ മതി? ഫംഗ്ഷനെ വിചാരിച്ചാൽ മതി. ഫംഗ്ഷൻ ഈസ് എ മിഷ്യൻ. ആ മിഷ്യനിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ടൊരു സാധനം കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് തരും. ഇപ്പൊ ഫംഗ്ഷൻ ഞാൻ പറയുന്ന ആദ്യത്തെ ഫംഗ്ഷൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് വിചാരിക്കും. സ്ക്വയർ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു നമ്പർ കൊടുത്താൽ ഇതിന്റെ പുറത്തേക്ക് അതിന്റെ സ്ക്വയർ തരും. ഒരു നമ്പർ കൊടുത്താൽ അതിന്റെ സ്ക്വയർ തരും. സ്ക്വയർ ഒക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. നമ്മൾ കൊടുക്കുന്നത് നാച്ചുറൽ നമ്പറിലെ സെറ്റ് എലമെന്റുകൾ മാത്രമാണെന്ന് വിചാരിക്കും. നാച്ചുറൽ നമ്പറിലെ എലമെന്റുകളാണ് കൊടുക്കുന്നത്. അപ്പൊ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറുകളാണ് നമ്മൾ കൊടുക്കുക ഈ ഫംഗ്ഷനിൽ. അപ്പൊ ഈ ഫംഗ്ഷനിൽ 1 കൊടുത്താൽ അതിന്റെ പുറത്തേക്ക് എന്താ തരിക? 1 തന്നെ തരും. കാരണം 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ഇനി 2 ആണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ പുറത്തേക്ക് എന്ത് തരും? 4 തരും. കാരണം 2ന്റെ സ്ക്വയർ എന്താ? 4 ആണ്. 3 കൊടുത്താൽ പുറത്തേക്ക് എന്ത് തരും? 9 തരും. 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പൊ ഇവിടെ ആ 1ന്റെ ഇമേജ് 1, 2ന്റെ ഇമേജ് 4, 3ന്റെ ഇമേജ് 9 എന്ന് പറഞ്ഞിട്ട് എന്നിൽ നിന്നും എന്നിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് സ്ക്വയർ. അപ്പൊ ആ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ എഴുതുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് എഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് എഴുതുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്സ് നിങ്ങൾ ഒരു വില കൊടുക്കുമ്പോൾ
അതിന്റെ സ്ക്വയർ ആണ് ഈ ഫംഗ്ഷൻ നമുക്ക് പുറത്തേക്ക് തരിക. എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, എഫ് ഓഫ് 2 2 സ്ക്വയർ, എഫ് ഓഫ് 3 3 സ്ക്വയർ, എഫ് ഓഫ് 4 4 സ്ക്വയർ. അല്ലേ? നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതിന്റെ മോഡിഫൈഡ് ഫോർമാറ്റിലുള്ള സാധനം നമുക്ക് അരി കൊടുത്താൽ അരിപ്പൊടി കിട്ടും, മുളക് കൊടുത്താൽ മുളകിന്റെ പൊടി കിട്ടും എന്ന് പറഞ്ഞ പോലെ 1 കൊടുത്താൽ 1ന്റെ സ്ക്വയർ കിട്ടും, 2 കൊടുത്താൽ 2ന്റെ സ്ക്വയർ കിട്ടും. ഇതൊരു എക്സാമ്പിൾ ഉണ്ട് സ്ക്വയർ എന്ന് പറയുന്നത്. റൂട്ട്, സ്ക്വയർ, സൈൻ, കോസ് എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ഇതുപോലത്തെ ഓരോ ഫങ്ഷൻസ് ആണ്. ഓക്കെ, പിടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. കുറച്ച് എക്സാമ്പിൾസ്, റിലേഷൻസ് തന്നിട്ട് അതിലേതാണ് ഫംഗ്ഷൻ, എന്തുകൊണ്ടാണ് ഫംഗ്ഷൻ, എന്തുകൊണ്ട് ഫംഗ്ഷൻ അല്ല എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഒന്നും കൂടെ, ഓൾറെഡി നിങ്ങൾ ചെയ്താണ് എന്നാലും ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തോളൂ. ഇവിടെ ഏതാണ് ഡൊമൈൻ എന്ന് പറഞ്ഞു തന്നിട്ടില്ല, ഡൊമൈൻ ഏതാണ് എന്ന് പറഞ്ഞു തന്നിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഡൊമൈൻ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാ എന്ന് നിങ്ങൾ നോക്കരുത്. ഡൊമൈൻ അറിയാത്തത് കൊണ്ട് ഡൊമൈൻ ഇല്ലെങ്കിലും ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗമുണ്ട്, അത് നോക്കാം. ഫസ്റ്റ് 1 2 1 3 1 4 2. രണ്ടാമത്തെ റിലേഷൻ 2 2 2 4 3 3 4 4. മൂന്നാമത്തെ റിലേഷൻ 1 2 2 3 3 4 4 5 5 6 6 7. ഇതിൽ ഏതൊക്കെയാണ് ഫംഗ്ഷൻ, ഏതൊക്കെയാണ് റിലേഷൻ? എല്ലാം റിലേഷൻ ആണ്. ഏതൊക്കെയാണ് ഫംഗ്ഷൻ, ഏതൊക്കെയാണ് ഫംഗ്ഷൻ അല്ലാത്തത്? ഒന്ന് ലോജിക് ഉപയോഗിച്ച് പറഞ്ഞു നോക്കൂ. ഫംഗ്ഷൻ അല്ലാത്തത് മാത്രം പറഞ്ഞാൽ മതി. യെസ്, വെരി ഗുഡ്. 1ഉം 3ഉം ഫംഗ്ഷൻ ആണ്. 1ഉം 3ഉം ഫംഗ്ഷൻ ആണ്. 2 ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ടാ 2 ഫംഗ്ഷൻ അല്ല എന്ന് പറയുന്നത്? 2 ഫംഗ്ഷൻ അല്ലാതിരിക്കാനുള്ള കാരണം എന്താ? എന്താ കാരണം? 2 ഫംഗ്ഷൻ അല്ലാതിരിക്കാനുള്ള കാരണം 2 തന്നെ കാരണം, അല്ലെ? 2 തന്നെയാണ് അതിന്റെ കാരണം. എന്താണ്? 2 എന്ന് പറഞ്ഞ എലമെന്റ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് 2 തവണ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം 2ന് 2 ഇമേജ് ഉണ്ട്. 2ൽ നിന്ന് ആരോ വരച്ചാൽ 2ൽ നിന്നും 2ലേക്കും പോവും, 2ൽ നിന്നും 4ലേക്കും പോവും. 2ന് 2 ഇമേജസ് ഉള്ളത് കൊണ്ട് ഇതൊരിക്കലും ഒരു ഫംഗ്ഷൻ ആവില്ല, അല്ലെ? ഈസ് നോട്ട് എ ഫംഗ്ഷൻ, ഈസ് നോട്ട് എ ഫംഗ്ഷൻ, ഈസ് നോട്ട് എ ഫംഗ്ഷൻ, ഈസ് നോട്ട് എ ഫംഗ്ഷൻ because 2 has 2 images, അല്ലെ? ഓക്കെ, 2ന് 2 ഇമേജ് ഒരിക്കലും ഒരു ഫംഗ്ഷനിൽ ഉണ്ടാവില്ല. ഇത് ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇനി ഇതൊക്കെ ഫംഗ്ഷൻ ആയിട്ട് പറയാം. ഇഫ് ദ ഡൊമൈൻ ഇസ് 2 3 4, 2 3 4 ആണ് ഇതിന്റെ ഡൊമൈൻ എങ്കിൽ ഇത് ഫംഗ്ഷൻ ആണ്. എല്ലാ ഫസ്റ്റ് എലമെന്റും ഡിസ്റ്റിങ്ക്ട് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് എലമെന്റുകൾ വന്നിട്ടില്ല. ഏതിൽ വന്നിട്ടില്ല? ഈ ഫസ്റ്റ് റിലേഷനിലും വന്നിട്ടില്ല, തേർഡ് റിലേഷനിലും വന്നിട്ടില്ല, അല്ലെ? അപ്പൊ എന്ത് പറയാം? All first elements are distinct, therefore it's a function. All first elements are distinct, therefore R is a function. R is a function. ഇനി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞോളൂ, ഇതിന്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്താ? ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ. റേഞ്ച് എന്താ? സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷൻ. ഇതിന്റെ ഡൊമൈൻ എന്താന്ന് പറയൂ? ഫസ്റ്റിലെ ഡൊമൈൻ, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താ? ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ അല്ലേ? ഫസ്റ്റ് എലമെന്റുകൾ ഏതൊക്കെയാ? 2 3 4. വെരി ഗുഡ്. 2 3 4, 2 3 4, അല്ലേ? ഒരു മിനിറ്റ്.
ഒറ്റ മിനിറ്റ് കേട്ടോ. ഇല്ല, ഞാൻ പേടിച്ചു. പേടിക്കാന്ന് വെച്ചാൽ അങ്ങനെ പേടിയല്ല. റിസർച്ച് അസിസ്റ്റന്റിന്റെ സിലബസ് എടുത്തിട്ട് സാർ പുതിയ സിലബസ് വന്നു, ഇതാണോ പുതിയ സിലബസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചേക്കാൻ എനിക്ക്. ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്നോ, ഇതൊക്കെ കുഴപ്പമില്ല, ഇതൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ പണ്ടത്തെ റിസർച്ച് അസിസ്റ്റന്റ് സിലബസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് എനിക്ക് ഇത്ര അയച്ചു തന്നിരിക്കുന്നത്. ഇതൊന്നുമല്ല. ഞാനൊന്ന് പേടിച്ചു. കാരണം നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അങ്ങനത്തെ സിലബസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ. വന്നിട്ടില്ല കേട്ടോ, സിലബസും വന്നിട്ടില്ല, ആരും പേടിക്കൊന്നും വേണ്ട. സിലബസ് ഇന്ന് കുറച്ച് അപ്ഡേറ്റഡ് സിലബസ് വന്നിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് നമ്മുടെ സിലബസ് ഇല്ല. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സിലബസ് ആണെന്ന് വന്നിട്ടുള്ളത് കുറെണ്ണം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ സിലബസ് വന്നിട്ടില്ല. അത് ഇനി നാളേക്കായിട്ട് വരുന്നുണ്ടായിരിക്കും. എല്ലാ ദിവസവും ഇപ്പോൾ സിലബസ് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചിലപ്പോൾ വരുന്നുണ്ടാവും നമ്മുടെ സിലബസ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. GK പാർട്ടിന്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കിയാൽ മതി, അല്ലേ? ചില ആൾക്കാരൊക്കെ ഇരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ, GK പാർട്ട് ഒഴിവാക്കി എന്നൊക്കെ. ചിലപ്പോൾ അവർക്ക് വല്ല ലീക്ക് ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ നോക്കൂ, എന്താണ് ഡൊമൈനും റേഞ്ചും? ഫസ്റ്റ് റിലേഷന്റെ ഡൊമൈൻ 2, 3 and 4, റേഞ്ച് 1, 2, അല്ലെ? റേഞ്ച് 1, 2. റേഞ്ചിലെ എലമെന്റുകൾ, അതായത് സെക്കൻഡ് എലമെന്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരാട്ടോ. സെക്കൻഡ് എലമെന്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരാം, അതിൽ പ്രശ്നമില്ല. സെക്കൻഡ് എലമെന്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരാം, അതിൽ പ്രശ്നങ്ങളില്ല. ഫസ്റ്റ് എലമെന്റുകൾ ഡിഫറെന്റ് ആയിട്ട് വന്നാൽ മതി. ഡിഫറെന്റ് ആയിട്ട് വരണം, റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പാടില്ല. ഇനി R3യുടെ കേസ് പറയുകയാണെങ്കിലും ഇതും അത് തന്നെ എഴുതണ്ട അല്ലെ? ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ആർ ഡിസ്റ്റിങ്ക്ട്. ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ആർ distinct. Therefore R is a function. ഇതിന്റെ ഡൊമൈനും റേഞ്ചും പറഞ്ഞോളൂ. ഡൊമൈൻ 1, 2, 3, 4, 5 and 6. റേഞ്ചോ 2, 3, 4, 5, 6 and 7, അല്ലേ? 2, 3, 4, 5, 6 and 7. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, റൈറ്റ്, ശരി. അപ്പൊ എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഫംഗ്ഷൻസ് പറയുമ്പോൾ അതിനകത്ത് റേഞ്ചും ഡൊമൈനും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഫംഗ്ഷൻസിന് 1-2 പേരുകൾ പറയും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 2 പേരുകളുള്ള ഫംഗ്ഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, പിന്നൊന്ന് റിയൽ ഫംഗ്ഷൻ. ഓക്കെ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, പിന്നൊന്ന് റിയൽ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫംഗ്ഷൻ ഒരു മിഷ്യൻ ആണെന്ന് പറഞ്ഞു, അല്ലെ? ഒരു ഫംഗ്ഷൻ ഒരു മിഷ്യൻ ആണെന്ന് പറഞ്ഞു. അപ്പോ ഈ ഫംഗ്ഷനിൽ നമ്മൾ 1 എന്ന് പറഞ്ഞ x² ഫംഗ്ഷൻ ആണെങ്കിൽ 1 എന്ന് പറഞ്ഞ എലമെന്റ് കൊടുത്താൽ അതിന്റെ പുറത്തേക്ക് നമുക്ക് 1ന്റെ സ്ക്വയർ 1 ആണ് കിട്ടുക. 2 കൊടുത്താൽ 2ന്റെ സ്ക്വയർ ആണ് കിട്ടുക, അതായത് 4 ആണ് കിട്ടുക, അല്ലെ? അതേപോലെ 4 കൊടുത്താൽ 3 കൊടുത്താൽ അതിന്റെ സ്ക്വയർ 9 കിട്ടും. 4 കൊടുത്താൽ അതിന്റെ സ്ക്വയർ 16 കിട്ടും, അല്ലെ? അപ്പൊ ഈ കാണുന്ന വിലകളാണ്, അതായത് നമുക്ക് എന്താണോ പുറത്തേക്ക് കിട്ടുന്നത് അതാണ് ആ ഫംഗ്ഷന്റെ വില. എന്താണ് വില? വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. വാല്യൂ ഓഫ് ഫംഗ്ഷൻ. എന്താണോ നമുക്ക് ആ ഫംഗ്ഷനിൽ നിന്നും പുറത്തേക്ക് കിട്ടുന്നത് ആ വാല്യൂസ് ആണ് ആ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് നമ്മൾ പറയാം. എന്താ പറയുന്നത്? വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. f(x) അല്ലെങ്കിൽ y എന്ന് പറയുന്ന ഇമേജുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ f(x) ആണ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. x എന്ന് പറഞ്ഞാൽ ഡൊമൈൻ, f(x) വാല്യൂ. ഓക്കെ, റേഞ്ച്. ഓക്കെ, അപ്പോ f(x)നെയാണ് നമ്മൾ ആ ഫംഗ്ഷന് പുറത്തേക്ക് എന്താണോ കിട്ടുക അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയാം. അങ്ങനെ ഒരു ഫംഗ്ഷന്റെ വാല്യൂ റേഞ്ച് റിയൽ വാല്യൂഡ് റിയൽ നമ്പർ ആണെങ്കിൽ, ആണെങ്കിൽ 6 റിയൽ നമ്പർ മാത്രമാണ് ആ ഫംഗ്ഷന്റെ റേഞ്ചിൽ, അല്ലെങ്കിൽ അതിന്റെ വാല്യൂസ് ആയിട്ട് റിയൽ നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയും. f(x) റിയൽ നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ കോഡൊമൈൻ അല്ലെങ്കിൽ റേഞ്ച്
ആറിന്റെ സബ്സെറ്റ് ആണെങ്കിൽ, റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണെങ്കിൽ ഈ ഫംഗ്ഷനെ നമ്മൾ പറയും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പൊ അവിടെ ഡൊമൈനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. എ എന്ന് പറഞ്ഞാൽ എന്തോ സെറ്റ് ആയിക്കോട്ടെ, ഇത് എന്താവണം, ബി ആണ്. ആ ബി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ആറിന്റെ സബ്സെറ്റ് ആയിരിക്കണം, ആറിന്റെ സബ്സെറ്റ് ആയിരിക്കണം. അതായത് കോഡൊമൈൻ അല്ലെങ്കിൽ റേഞ്ച് ആറിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ആറിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ആറോ അല്ലെങ്കിൽ അതിന്റെ സബ്സെറ്റോ, അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഒക്കെ എന്തായിരിക്കണം, റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഫംഗ്ഷന്റെ വാല്യൂസ് ഒക്കെ എന്തായിരിക്കണം, റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. പേരോ അങ്ങനെ മറ്റ് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സോ അങ്ങനെയൊന്നും വരാൻ പാടില്ല. ആ ഫംഗ്ഷന്റെ വിലയായിട്ട് നമ്മൾ എടുക്കുന്നത് മൊത്തം എന്തായിരിക്കണം, റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുക. ഡൊമൈനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. റിയൽ വാല്യൂഡ് ഫംഗ്ഷനിൽ ഡൊമൈൻ എന്ത് വേണേലും ആയിക്കോട്ടെ, നമ്പറോ പേരോ റോൾ നമ്പറും, ഒരാളുടെ പേരും അയാളുടെ റോൾ നമ്പറും കൂടെയാണ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് വിചാരിക്കുക. ഇപ്പോൾ ഒരാളുടെ പേരും അയാളുടെ റോൾ നമ്പറും, ഇപ്പൊ ഞാൻ ഇതിനകത്തുള്ള ആൾക്കാരുടെ പേര് പറയാം. ഇപ്പൊ ഐശ്വര്യ റോൾ നമ്പർ 1. അപ്പൊ ഐശ്വര്യയുടെ ഇമേജ് എന്താ 1. അശ്വതി റോൾ നമ്പർ 2. അശ്വതിയുടെ ഇമേജ് എന്താ 2. ശ്രുതി ബാലൻ റോൾ നമ്പർ 3. ശ്രുതിയുടെ ഇമേജ് 3. അപ്പൊ ഇമേജസിനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇമേജസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഡൊമൈൻ എന്തോ ആയിക്കോട്ടെ, ഡൊമൈൻ ഇവിടെ എന്തായിരുന്നു, ഡൊമൈൻ പേരുകളായിരുന്നു അല്ലെ. അപ്പൊ ഡൊമൈൻ എന്ത് വേണേലും ആവാം, റിയൽ നമ്പർ ആവാം, ആവാതിരിക്കാം. ഓക്കെ, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ റിയൽ നമ്പർ ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഇനി ഈ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും, ഡൊമൈനും ആറിന്റെ സബ്സെറ്റ് ആണ്, റേഞ്ചും അല്ലെങ്കിൽ കോഡൊമൈനും ആറിന്റെ സബ്സെറ്റ് ആണ്. എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ റിയൽ ഫംഗ്ഷൻ എന്നാണ് പറയുക. എന്താ പറയാ, റിയൽ ഫംഗ്ഷൻ. ഡൊമൈനും കോഡൊമൈനും ആറിന്റെ സബ്സെറ്റുകളാണെങ്കിൽ ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അവിടുന്ന് ഇപ്പോ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ റോൾ നമ്പർ വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാപ്പിംഗ് കൊടുക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ പേര് കൊടുത്തിട്ട് 1 കൊടുത്താൽ അത് എന്തല്ല, റിയൽ ഫംഗ്ഷൻ അല്ല. നമുക്ക് എന്ത് തന്നെ വേണം, നമ്പർ തന്നെ വേണം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോൾ നമ്പറും അവരുടെ മാർക്കും, 1 എന്ന് പറഞ്ഞ റോൾ നമ്പറിന് 4 മാർക്ക്, 2 എന്ന് പറഞ്ഞ റോൾ നമ്പറിന് 2 മാർക്ക്, 3 എന്ന് പറഞ്ഞ റോൾ നമ്പറിന് 3 മാർക്ക്. അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്പറും തമ്മിലാണ് മാപ്പിംഗ് അല്ലെ. അങ്ങനെയാണെങ്കിൽ റിയൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്കാണ് മാപ്പിംഗ് വരുന്നത് എങ്കിൽ അതിനെ നമ്മൾ റിയൽ ഫംഗ്ഷൻ എന്ന് പറയും. ജസ്റ്റ് പേരുകളാണ് കേട്ടോ, കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ആരും. അപ്പൊ അത് രണ്ടും എഴുതി വെച്ചോളൂ. ഫംഗ്ഷൻ വിച്ച് ഹാസ് ഐദർ ആർ ഓർ വൺ ഓഫ് ഇറ്റ്സ് സബ്സെറ്റ്സ് ആസ് ഇറ്റ്സ് റേഞ്ച്, it is called a real valued function. Further, if its domain is also R or subsets of R, then it is called a real function. അതിനെ നമ്മൾ എന്ത് പറയും, റിയൽ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻസ് ഇല്ല. അപ്പൊ എന്താണ് ഫംഗ്ഷൻ എന്നും എന്താണ് റിയൽ ഫംഗ്ഷൻ, എന്താണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നും നമ്മൾ പഠിച്ചു. ഒരു ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും എന്താണ് എന്ന് നമ്മൾ നോക്കി അല്ലെ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാമേ, ശ്രദ്ധിക്കണം. f of x equal to 3x. x belongs to okay, domain and a range. എഴുതാമോ? ഈ ഫംഗ്ഷന്റെ 3x എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് അറിയാം എഴുതാൻ, എങ്ങനെ എഴുതും എന്നുള്ളത്. എങ്ങനെ എഴുതാം? എക്സിന് 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ആരാണോ അതാണ് എക്സിന്റെ ഇമേജ് അല്ലെ. എക്സിന് 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ആരാ? ഓക്കെ, നമുക്ക് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഓർഡേർഡ് പെയർ ആയിട്ടൊന്ന് എഴുതിയേക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ ആരെ ഇമേജ് ആയിട്ട് കിട്ടും? 3നെ ഇമേജ് ആയിട്ട് കിട്ടും. എക്സിന് 2 കൊടുക്കുമ്പോൾ ആരെ ഇമേജ് ആയിട്ട് കിട്ടും? 2 × 3 6നെ ഇമേജ് ആയിട്ട് കിട്ടും. എക്സിന് 3 കൊടുക്കുമ്പോൾ ആരെ ഇമേജ് ആയിട്ട് കിട്ടും? 9നെ ഇമേജ് ആയിട്ട് കിട്ടും. 3 × 3 9 അല്ലെ. ഇതാണ് ആ ഫംഗ്ഷൻ. ഓർഡേർഡ് പെയർ ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ഡൊമൈൻ എന്താ? 1 2 3 തന്നെയാണ് അല്ലെ. ഇതിന്റെ റേഞ്ച് എന്താ? 3 6 9 ആണ്. ഈ ഫംഗ്ഷന്റെ റേഞ്ച് 3 6 9 ആണ്. ഇത് ഫംഗ്ഷൻ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഫംഗ്ഷൻ അല്ലേ. എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്, എല്ലാ എലമെന്റ്സിനും
ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസുമാണ് ഉള്ളത്. ദർഫോർ ഇറ്റ്സ് എ ഫംഗ്ഷൻ. അതെന്താണ്? ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയാം നമുക്ക്. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. കുറച്ച് പേരുകളുള്ള ഐഡന്റിറ്റി ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, പോളിനോമിയൽ, റാഷണൽ ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള കുറെ ഫംഗ്ഷൻസ് ഉണ്ട് പേരുകളുള്ള. ആ ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഞാൻ ഇനി അത് കൂടുതൽ ഇവിടെ പറയുന്നില്ല. ഇത് റിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.